എല്ലാവരും രാവിലെ ചായ ഒക്കെ കുടിച്ചോ? അമ്മ എണ്ണീറ്റ് താമസിച്ച് വരും. നല്ല സുഖമായിട്ടാണെന്ന് പറയും. ഉറക്കം എണീറ്റ് മുഖമൊക്കെ കഴുകി ഫ്രഷൊക്കെ ചെയ്ത് വന്നിരുന്ന് കട്ടൻ ചായ കുടിക്കുവാണ്. ഇപ്പോൾ 9:30 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പി ഉണ്ടാക്കണം. കടല അമ്മ വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ കടല വെള്ളത്തിൽ ഇട്ടായിരുന്നു. അപ്പോൾ കടലക്കറി അപ്പം ഉണ്ടാക്കണം. അമ്മ ആദ്യം കട്ടൻ ചായ കുടിക്കട്ടെ. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? ഇവിടെ പാലിലോട്ട് പാല് കിട്ടിയില്ല. അപ്പോൾ പിന്നെ കട്ടൻ ചായ കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് കുടിച്ചതിന് ശേഷം അടുക്കളയിലോട്ട് കയറാം. അപ്പോഴേ മക്കളെ അമ്മ കടലയൊക്കെ താണ്ട് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, കടലയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പത്തിൻ്റെ മാവൊക്കെ താണ്ടേ കണ്ടോ നല്ല അരച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാവൊക്കെ തന്നെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കണം, കടലക്കറി ഉണ്ടാക്കണം. അപ്പോൾ പാൻ വെച്ച് കടല വേവിച്ച് നമുക്ക് പാൻ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം. അപ്പം അമ്മ സാധനങ്ങളൊക്കെ എടുക്കട്ടെ. പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ തൊട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ച് കടുകിടാം. ആദ്യം കുറച്ച് കടുകിടാം. കടുകിട്ടിട്ട് നമുക്ക് കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അമ്മ കടല ഇച്ചിരി അധികം അരച്ചപ്പോൾ അതിനകത്ത് ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ട് അരച്ചിട്ടുണ്ട്. ഇച്ചിരി ഒരു കുറുകാൻ വേണ്ടി. എന്താ അപ്പോൾ അതാണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇതിനോളെ ഇത് നല്ലോണം മൂപ്പിക്കാം. പച്ചമണം മാറുന്നിടം വരെ മൂപ്പിക്കാം. കണ്ടോ, അതൊക്കെ നമ്മൾ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച കടല കണ്ടോ, വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കുവാണേ. എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയോ? നമ്മൾ അതോട്ട് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുത്തിട്ട് കടലയൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മറ്റേ അരച്ച് വെച്ചതിട്ട് കൊടുക്കാം. നല്ല എരിയുണ്ട്. കടല ഒന്ന് ഇച്ചിരി ഒന്ന് വെന്ത് വെച്ചിട്ടൊന്ന് ആ അരപ്പ് ആ കടലക്കകത്തിന് പിടിച്ചെടുത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു സ്വല്പം കൊണ്ട് ഒരു സ്വല്പം മാത്രം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലേ, ഇത് കുറച്ച് കടലയും ഇച്ചിരി ഗ്രാമ്പും പട്ടയും എല്ലാം കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. കടലക്കറിച്ചൊരു കൊഴുപ്പിന് വേണ്ടി. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം തിക്കായിട്ട് അരച്ച് വെച്ചേക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ വേണമെങ്കിൽ വറുത്ത് അരച്ചും വെക്കാം, ഇന്നലെയും വെക്കാം. തേങ്ങ അല്ലാതെ പച്ചത്തേങ്ങ അരച്ചും പാലൊഴിക്കുക, അല്ലെങ്കിൽ തേങ്ങ അരച്ച് വയ്ക്കാം. പല രീതിയിൽ കടലക്കറി വെക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ഉടച്ചു കൊടുക്കാം. അതിനകത്തോട്ട് തിക്കായിട്ടമ്മ അരച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പം അതിനകത്ത് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ അമ്മ ഈ മിക്സിയിൽ അത് വെച്ച് കുറച്ച് വെള്ളം, തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടോ കത്തിട്ട് കേട്ടോ എന്താ. ഞാൻ അങ്ങോട്ട് പോയ സമയത്തിന് ഇവിടുത്തെ ഒരു കുരുത്തങ്ങോട്ട സാധനം അതിട്ട് ഉടച്ച്, അതുകൊണ്ട് എളുപ്പമായി. എന്താ നല്ല തിക്ക് കടലക്കറി സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷേ ഞാൻ തേങ്ങാപ്പാൽ ഇവിടെ ആർക്കും വേണം ഒഴിക്കുന്നതിന് ഇഷ്ടമല്ല. ഇതുണ്ട്, ഇങ്ങനെയാണ് ഇഷ്ടം. ഉണ്ടോ. അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള
കടലക്കറി ഇവിടെ നോക്കട്ടെ. ഇച്ചിരി മസാലപ്പൊടി മതി. മസാലപ്പൊടിയുടെ ഒരു സ്വല്പം കുറവുള്ളൂ. സൂപ്പർ കടലക്കറി. മസാലപ്പൊടി ഉണ്ട്, എനിക്ക് തോന്നുന്നു. പക്ഷെ മണം വരാത്തതായിരിക്കും എന്തോ. എന്നാലും ഒരു സ്വല്പം മസാലപ്പൊടി നമുക്ക് ഇടാം. ഇത്രയും മതി. കാരണം നമുക്ക് ഗ്രാമ്പും പട്ടയൊക്കെ അതിനകത്ത് അരച്ചിട്ടുണ്ട്. വെച്ചു നല്ല എരിവുണ്ട്. സൂപ്പർ കുറുകി അടിപൊളി കടലക്കറി ഉണ്ടാ. ഉണ്ടോ? സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കടലക്കറി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് അപ്പത്തിൻ്റെ ചട്ടി വെക്കാം. നമുക്ക് അപ്പം ഉണ്ടാക്കണ്ടേ, അത് ഒരു മീഡിയം തീയിലിടണം. അത് ചട്ടി നല്ല ചൂടാകണം. അതിനുശേഷം നമുക്ക് അപ്പം ചൂടാകും. അപ്പം എല്ലാവരും കാപ്പി കുടിച്ചോ? അപ്പം നമ്മൾ അതാണ്ട് അപ്പം ചുടുവാണ് കേട്ടോ. അപ്പം നമുക്കത് അടച്ചു വെക്കാം. ഇതാ ഒരപ്പം നമ്മൾ ചുട്ടിട്ടുണ്ട്. അപ്പം ഇനി കട്ടൻ ചായ അമ്മ ഇച്ചിരി കട്ടൻ ചായ ഇട്ട് ഭയങ്കര തലവേദന. അപ്പം അതാണ്ട് നമ്മളെ കടലക്കറി. അപ്പം നമുക്ക് കടലക്കറി അപ്പത്തിലോട്ട് ഒഴിക്കാം. കണ്ടോ? സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറി ഒഴിച്ച് നമുക്ക് കണ്ടോ. എല്ലാവരും ഹാപ്പിയൊക്കെ കുടിച്ചോ? അപ്പം ചൂടപ്പവും കൊള്ളാം. സൂപ്പർ. കടലക്കറി അപ്പവും കഴിക്കുക. അമ്മ ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടാക്കുന്നത്. നമ്മളിന്ന് ചപ്പാത്തിയും അൽഫാമിൻ്റെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അൽഫാമും ചിക്കനും അമ്മ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും ചോറല്ലേ, അപ്പം ചപ്പാത്തിയും അൽഫാമും ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ അതിനായിട്ട് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രാമ്പൂ, പട്ട, പച്ചമുളക് എല്ലാം കൂടെ അമ്മ നല്ല വൃത്തിയായിട്ട് അരച്ച് കുറച്ച് വിനാഗിരി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പ്ലേറ്റിനകത്ത് മൊത്തം മസാല മിക്സ് ചെയ്യുക. അപ്പം അതിനുവേണ്ടി നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം. അപ്പം നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി ഇടുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച മിശ്രിതം, ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പം അരച്ച മിശ്രിതം നമുക്ക് നല്ലോണമായിട്ട് ഒഴിക്കാം. ഒഴിച്ചിട്ട് ഇത് നല്ലോണം മസാലയൊക്കെ തേച്ച് വെച്ച് നമുക്കൊരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. വെച്ചിട്ട് നമുക്ക് കഴിക്കാനെടുത്ത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അത് നമ്മളാ നല്ലോണം അങ്ങോട്ട് ഉണ്ടാക്കാം. നല്ല വൃത്തിയായിട്ട് മസാല ഇത്രയും തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നും എടുത്ത് ഒരിച്ചിരി ഉപ്പൊന്നും കൂടെ ഒഴിക്കണം. ഈ ചിക്കൻ അതിനകത്തൊക്കെ പിടിക്കണ്ടേ, മതി. അപ്പം നമുക്ക് ഓരോ ചിക്കനും എടുത്ത് നമുക്ക് ഇതിനകത്ത് പെരട്ടിയെടുക്കാം. കണ്ടോ? ഓരോ ചിക്കനും എടുത്ത് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഈ മസാലയൊക്കെ തേച്ച് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം പിടിപ്പിച്ച് അത് മാറ്റി വെക്കാം. അപ്പം അമ്മ ഇത് ഓരോന്നും എടുത്ത് അരപ്പെല്ലാം പിടിപ്പിച്ച് മാറ്റി വെക്കട്ടെ. അപ്പോഴേ നമ്മൾ ആ ചപ്പാത്തിയൊക്കെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചെറിയ ചപ്പാത്തി, നല്ല സ്പോഞ്ച് ചപ്പാത്തി ഉണ്ടായി. അപ്പം ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ അമ്മ 3 പ്രാവശ്യം 2 പീസ് എടുത്തുള്ളൂ. അത് 3 പ്രാവശ്യം കുക്കറിലിട്ട് വേവിച്ച് എന്നിട്ട് അത് ചെറിയ പാനിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ എന്താ പാനിലെണ്ണ ചെറുതായിട്ട് എണ്ണ തടവിയിട്ടുള്ളൂ കേട്ടോ ഒഴിച്ചിട്ടുള്ള ചെറിയ പാനിലിട്ട് നമുക്ക് വേവിച്ചതാണ്. ചെറിയ പാനിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. കണ്ടോ? 3 പ്രാവശ്യം അമ്മ കുക്കറിലിട്ട് വേവിച്ച് 3 വിസിൽ ഏൽപ്പിച്ച്. കണ്ടോ? ഞാൻ ചപ്പാത്തി എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി 100 ഉണ്ടേ. കുറച്ച് അപ്പം നമ്മളെ ചിക്കൻ പീസ് നമ്മൾ 2 പീസ് എടുത്തോളൂ. ആ ചിക്കൻ പീസേ നമ്മൾ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇപ്പം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിട്ട്
സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനൊരു നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഗ്രേവി അത് നമുക്ക് ചിക്കൻ്റെ മേലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി അത് അപ്പോൾ നല്ലോണം മുരിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോഴേ നമ്മൾ പാനിനകത്തുനിന്ന് അമ്മ എടുത്തിട്ട് അത് എയർ ഫ്രയറിൽ വെച്ച് കേട്ടോ. അപ്പം അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് തക്കാളി ചട്നി കൂടി അരച്ചിട്ടുണ്ട്. അപ്പോഴും നമുക്ക് കടലക്കറി ഉണ്ട്, തക്കാളി ചട്നി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. അപ്പം അമ്മ ചപ്പാത്തി ഇടുവാട്ടെ. രണ്ട് ചപ്പാത്തിയോ 3 ചപ്പാത്തിയോ ഇടുക. 3 ചപ്പാത്തി ഇട്ടിട്ടുണ്ട്. അപ്പം ദാ എയർ ഫ്രയറിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഇതുമായിട്ട് അമ്മ കഴിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാ മക്കളും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? കഴിച്ചില്ലേ? എല്ലാവരും ഉച്ചയ്ക്ക് പോയി ഊണ് കഴിക്കുക. അമ്മ ചപ്പാത്തി, നല്ല ചിക്കൻ ഫ്രൈ, കടലക്കറി, ചട്നി ഇതൊക്കെയായിട്ട് അമ്മ കഴിക്കാൻ പോവുക. അപ്പം എല്ലാ മക്കളും ഓടിപ്പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക.